السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمدك يا من وضحت لنا سبل الهداية وأوزقت عن بصائرنا خشوة الغواية، وأصلي وأسلم على من أرسلت إلينا شاهدا ومبشرا ونذيرا وداعيا إلى الله بإذني وهو سراجا منيرا. أما بعد. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, ജഗന്നയന്താവായ പടച്ചറബിൻ്റെ രക്ഷയും സമാധാനവും സദാ നമ്മളിൽ വർഷിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. യുവതയുടെ കരുത്ത്, ധാർമ്മികതയുടെ വീണ്ടെടുപ്പ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട യുവജന വിദ്യാർത്ഥി സൗഹൃദ സംഗമത്തിലാണ് നാം ഉള്ളത്. ഇവിടെ സംസാരിച്ച പല രാഷ്ട്രീയ യുവജന വിഭാഗങ്ങളുടെ നേതാക്കളും പ്രാസംഗികരുമെല്ലാം പങ്കുവച്ചത് നമുക്ക് ധാർമ്മികതയെ വീണ്ടെടുക്കണം എന്നുള്ളത് തന്നെയാണ്. ധാർമ്മികതയെ വീണ്ടെടുക്കുന്നിടത്താണ് യുവത കരുത്ത് കാണിക്കേണ്ടത്. ഒരു സൂര്യൻ ഉദിച്ചുയർന്ന് അസ്തമിക്കുന്നതിനിടയിൽ അതിൻ്റെ ഏറ്റവും നല്ല ഭാവം അതതിൻ്റെ മധ്യ സമയത്തെത്തുമ്പോഴാണ്, ഉച്ച സമയത്തെത്തുമ്പോഴാണ്. അതിൻ്റെ ഏറ്റവും നല്ല പ്രകാശവും ഏറ്റവും നല്ല ചൂടും അതിൻ്റെ ഏറ്റവും നല്ല ശക്തിയും കാണിക്കുന്നത് അപ്പോഴാണ്. യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ്റെ ജനനം, ശൈശവം, വാർദ്ധക്യം, ഇതിനിടയിൽ ഏറ്റവും നല്ല ശക്തിയായി അതിൻ്റെ ഏറ്റവും നല്ല ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യുകയും ഇടപെടുകയും ചെയ്യുന്നത് മനുഷ്യൻ്റെ മധ്യസമയമായ യുവത്വ കാലഘട്ടത്തിലാണ്. ആ യുവത്വ കാലഘട്ടത്തെ നന്മയിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ യുവത്വവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് വലമ്മ ബലഗ അശദ്ദഹു എന്ന പ്രയോഗം നമുക്ക് കാണാം. അവരവരുടെ പരിപൂർണമായ വളർച്ചയെത്തിയ സമയത്ത് പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ യുവത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ രൂപത്തിലാണ് പ്രയോഗിക്കുന്നത്. അശദ്ദഹു, ഷദീദ്, ഷിദ്ദത്ത് എന്ന് പറയുന്ന കരുത്ത്, ആ കരുത്തുള്ള സമയമാണ് യുവത്വ കാലഘട്ടം എന്നുള്ളത്. എന്തിനും ഏതിനും ചോരത്തിളപ്പുള്ള ആ സമയം, എന്തും സാധിക്കുന്ന ആ നേരം, ആ നേരത്തെ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് നാളെ റബ്ബിൻ്റെ അടുക്കൽ ചോദ്യമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളാണ് നാം. ശബാബക ഖബല ഹറമിക്, ഒന്നിനും കഴിയാതെ വാട്ടർ ബെഡുകളിൽ വിശ്രമിക്കുമ്പോൾ, ഏതെങ്കിലും വടിപിടിച്ച് കുത്തി നടക്കുമ്പോൾ, ആരുടെയെങ്കിലും താങ്ങിലും തണലിലും കഴിയുമ്പോൾ, എന്നാൽ അതിനെല്ലാം അതൊക്കെ ഉപേക്ഷിച്ച് ഏത് നിലയിലും പറക്കുവാനും പാറുവാനും കഴിയുന്ന ഒരു കാലഘട്ടം നിനക്ക് കഴിഞ്ഞു പോയിരുന്നു. രക്തത്തിളപ്പിൻ്റെ, ചോരത്തിളപ്പിൻ്റെ, എങ്ങോട്ടും എന്തും ഏത് തരത്തിലുള്ള കരുത്തും കാണിക്കുവാനുള്ള കാലഘട്ടം. ആ യുവത്വ കാലഘട്ടത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മനുഷ്യനും നാളെ പരലോകത്ത് ഒരടി മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല എന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു നാളെ പരലോകത്ത് എല്ലാ ആളുകൾക്കും അർശിന്റെ തണലിട്ട് കൊടുക്കുമ്പോൾ അതിൽ 7 വിഭാഗം ആളുകളെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അർശിന്റെ തണലിട്ട് കൊടുക്കുന്ന അതിലൊന്ന് ശാബ്ബുൻ നശാ ഫീ ഇബാദത്തില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഇബാദത്തിലായി കഴിയുന്ന യുവാവ് എന്നുള്ളതാണ് അതിലൊരു വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്റെ പള്ളിയായ മസ്ജിദുൻ നബവിയിൽ ചടഞ്ഞുകൂടി ഇഅ്തികാഫിൽ ആരാധനയിൽ ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം, അതല്ലെങ്കിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വിശ്വാസി എന്ന് പറയുന്നത് മറ്റുള്ള മനുഷ്യനെ സഹായിക്കുന്ന, അവന്റെ വാഹനത്തിലേക്ക് സാധനങ്ങൾ കയറ്റിവെക്കാൻ സഹായിക്കുന്ന, അവന്റെ വാഹനത്തിലേക്ക് കയറാൻ സഹായിക്കുന്ന, കടത്തിൽ നിന്നും അവനെ സഹായിക്കുന്ന, ഏതെല്ലാം വിധത്തിൽ സഹായ ഹസ്തങ്ങൾ നീട്ടാൻ കഴിയുമോ ആ വിധത്തിൽ സഹായിക്കുന്നവനാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ആരാധന കൊണ്ട് ഇസ്ലാം ലക്ഷ്യം കാണുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. ധാർമ്മികമായ മൂല്യങ്ങളെ വീണ്ടെടുക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ്. മുജാഹിദ് വിദ്യാർത്ഥി വിഭാഗമായ MSM കഴിഞ്ഞ ഞായറാഴ്ച സമാപിച്ച പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയമെന്ന് പറയുന്നത് പ്രൊഫഷണലിസം, എൻറിച്ചിങ് ഫ്യൂച്ചർ, എംപവറിംഗ് ഫാമിലി. പ്രൊഫഷണലിസം എന്ന് പറയുന്നത് അത് ഭാവിയെ സമ്പന്നമാക്കുന്ന ഒന്നാണ്, നിങ്ങളുടെ കുടുംബത്തെ ശക്തിപ്പെടുത്തുന്ന ഒന്നാകണമെന്നുള്ള പ്രമേയമായിരുന്നു ഉയർത്തിപ്പിടിച്ചത്. ഇത് ഈ കാലഘട്ടത്തിൽ മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം ആ വിദ്യാർത്ഥികളോട് പറയുവാനുള്ള ഒരു കാരണമുണ്ട്. എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ അത് മനസ്സിലാക്കണം, രക്ഷിതാക്കൾ അത് മനസ്സിലാക്കണം. ഫാമിലിയൊക്കെ കോമഡിയാണ് എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ക്യാമ്പസുകളിൽ, കലാലയങ്ങളിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യവും ചുറ്റുപാടുമാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളെ ഇരുത്തിക്കൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. നമ്മുടെ വിദ്യാർത്ഥികളെ ക്യാമ്പസുകളിലേക്ക് രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സ്വാഗതം ചെയ്യുന്ന ചുവരെഴുത്തുകൾ, ഇക്കാലഘട്ടത്തിലെ ചുവരെഴുത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതെല്ലാം നിലക്കാണ് കുടുംബ ബന്ധങ്ങളെ തച്ചടക്കുവാൻ കഴിയുന്ന, അത്തരത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങളെ തച്ചടക്കാൻ കഴിയുന്ന തരത്തിൽ ഏതെല്ലാം സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുമോ അതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിത്തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന പക്ഷി അത് വേഴാമ്പലാണ്. വേഴാമ്പലിനൊരു പ്രത്യേകതയുണ്ട്. കുടുംബബന്ധമായ ഒരു കുടുംബമായി കഴിയുന്ന ഒരു പക്ഷിയാണ് യഥാർത്ഥത്തിൽ വേഴാമ്പൽ. അത് കേരളത്തിന്റെ തനിമയെ ഉണർത്തുന്ന, കേരളത്തിന്റെ സംസ്കാരത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒന്നാണ് കേരളത്തിന്റെ സംസ്ഥാന പക്ഷി എന്ന് പറയുന്നത്. എന്നാൽ ഇന്നിന്റെ കാലഘട്ടങ്ങളിൽ പല വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് പ്രണയിക്കുവാൻ നിങ്ങളുടെ വീടുകളിൽ ഇടമില്ലേ, നിങ്ങളുടെ കാമങ്ങൾ തീർക്കുവാൻ നിങ്ങൾക്ക് വീടുകളിൽ ഇടമില്ലേ, അത് ഞങ്ങൾ ക്യാമ്പസുകളിൽ, കലാലയങ്ങളിൽ ഒരുക്കിത്തരാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവിടെയാണ് മുജാഹിദ് വിദ്യാർത്ഥി വിഭാഗം ചർച്ച ചെയ്ത ഈ ഒരു പ്രമേയം പ്രസക്തമാകുന്നത്. കുടുംബമാണ് തണൽ, അവിടെയാണ് നമുക്ക് എല്ലാ കരുത്തുമുള്ളത്. ആ കുടുംബത്തിന് തണലായി മാറുവാനാണ്, കരുത്തായി മാറുവാനാണ് നമ്മുടെ പഠനവും പഠനത്തിന് ശേഷമുള്ള ജോലിയുമെന്നെല്ലാം വിളിച്ചു പറയേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മൾ നമ്മുടെ മക്കളെ കൃത്യമായി ധാർമ്മിക ബോധ്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാൻ, ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പ്രബോധനം ആരംഭിച്ച സമയത്ത് പ്രവാചകനെ കരുത്തായിട്ടുണ്ടായിരുന്നത് യുവാക്കളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്റെ ആദ്യത്തെ പാഠശാലയായ ദാറുൽ അർഖമിൽ 50 കഴിഞ്ഞ ഒരാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല ദേശങ്ങളിലേക്ക്, പല ഇടങ്ങളിലേക്ക് പ്രബോധന ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞയച്ചിട്ടുള്ളത് അത് യുവാക്കളായ ആളുകളെയായിരുന്നു. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള യുവാവിനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പറഞ്ഞയച്ചത്. അത്തരത്തിൽ
യുവാക്കൾക്ക് ഒരു സമൂഹത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അത് ആ പ്രാധാന്യം യുവാക്കൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളതാണ് നാം മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടത്. ഇവിടെ പ്രളയം വന്ന സമയത്ത്, വയനാട് ദുരന്തം വന്ന സമയത്ത് എല്ലാവരും കൈകോർത്ത് നിന്നതിനെ കുറിച്ച് സംസാരിച്ചു. എല്ലാ യുവജന സംഘടനകളുടെയും വളണ്ടിയറുകൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ കേരളത്തിലെ മുഴുവൻ യുവാക്കളും അതിന്റെ ഭാഗമായിരുന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. റീൽസുകളിൽ സമയം ചെലവഴിച്ച്, സ്റ്റാറ്റസുകളിൽ സമയം ചെലവഴിച്ച് റീൽസ് ലൈഫുകളാണ് റിയൽ ലൈഫ് എന്ന് തെറ്റിദ്ധരിക്കുന്ന കാലഘട്ടത്തിൽ അതല്ല യഥാർത്ഥ ജീവിതമെന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ, പകർന്നു കൊടുക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ ബാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ധാർമ്മികത അത് വിളിച്ചു പറയുവാൻ ഇന്ന് കേരളക്കരയിൽ മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏകനായ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന കളങ്കമില്ലാത്ത തൗഹീദ് അത് വിളിച്ചു പറയുന്ന പ്രസ്ഥാനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിൻപറ്റണമെന്ന് പറയുന്ന പ്രസ്ഥാനം. അതേ പ്രവാചകൻ മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രം ഇവിടെ പറയുകയുണ്ടായി. മൂസ അലൈഹിസ്സലാം ഫിറഔനിന്റെ സമീപത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യമുണ്ട്. ഫിറഔന്റെ അടുക്കലേക്കാണ് പോകുന്നത്. ഞാനാണ് ഈ ലോകത്തിന്റെ റബ്ബ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭരണാധികാരിയുടെ അടുക്കലേക്കാണ് പോകുന്നത്. ആൺകുട്ടികളെ കൊന്നുകളയണമെന്ന് പറഞ്ഞ ഫാസിസ്റ്റ് ഭരണാധികാരിയുടെ അടുക്കലേക്കാണ് പോകുന്നത്. അതൊക്കെ ശരി തന്നെയാണ്. അവനോട് സംവദിക്കുമ്പോ, അവനോട് തർക്കിക്കുമ്പോ, അവനോട് കാര്യങ്ങൾ പറയുമ്പോ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, മാന്യമായി മര്യാദയോടുകൂടി നല്ല നിലയിൽ സൗമ്യമായിട്ടായിരിക്കണം ഫിറഔനോട് സംസാരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. നമ്മുടെ യുവാക്കളെ ഇന്നിന്റെ കാലത്ത്, ഇന്നിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ സാഹചര്യം നമുക്കറിയാം. ഇന്നിന്റെ കാലത്ത് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന ബില്ലുകളുടെ ചർച്ചകൾ നമ്മൾ പലവിധം കേട്ടവരാണ്. അവിടങ്ങളിലൊക്കെ അത്തരത്തിലുള്ള പ്രവണതകളെ പ്രതിരോധിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ മുന്നോട്ട് വരണം. നമ്മുടെ യുവാക്കൾ മുന്നോട്ട് വരണം. ഏതെങ്കിലും നിലയിൽ, ഏതെങ്കിലും മൂലയിൽ, ഏതെങ്കിലും ബസ് സ്റ്റോപ്പുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ ഇരുന്ന് ഫോണുകളിലൂടെ, റീൽസുകളിലൂടെ കടന്നുപോയി ഏതെങ്കിലും ആളുകൾ കൈമാറി പോകുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിച്ചു കൂട്ടുവാനുള്ളതല്ല, ഏതെങ്കിലും മൂലയിൽ ചത്തൊടുങ്ങുവാനുള്ളതല്ല നമ്മുടെ മക്കൾ എന്നുള്ള ബോധം നമുക്കുണ്ടാവുകയും ആ മക്കളെ കൃത്യമായി മുജാഹിദ് വിദ്യാർത്ഥി വിഭാഗത്തിന്റെ, അതേപോലെ മുജാഹിദ് യുവജന വിഭാഗത്തിന്റെ പ്രവർത്തകരായി നിങ്ങൾ മാറ്റണം. ധർമ്മബോധത്തിന്റെ, ധാർമ്മികതയെ പറയുന്ന, കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന, ഉമ്മയെ ചേർത്ത് പിടിക്കുന്ന, ഉപ്പയെ ചേർത്ത് പിടിക്കുന്ന, സഹോദരങ്ങളും സഹോദരിമാരും പരസ്പരം എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ച് അവരെ ചേർത്ത് പിടിക്കുവാനും ബഹുമാനിക്കാനും പഠിപ്പിക്കുന്ന, അവരോട് നീതിയോടുകൂടി വർത്തിക്കാൻ പഠിപ്പിക്കുന്ന അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കണം. അവരെ നമ്മൾ പഠിപ്പിക്കണം. SLCയിൽ ഉന്നതമായ മാർക്കുകൾ വാങ്ങാൻ, A+ വാങ്ങുവാൻ നമ്മൾ പ്രചോദിപ്പിക്കണം. അത് കഴിഞ്ഞ് ഡോക്ടർ ആകുവാൻ, എഞ്ചിനീയർ ആകുവാൻ, ലോയർ ആകുവാൻ, നല്ല ഓൺട്രപ്രണർ ആകുവാൻ ഒക്കെ നമ്മൾ അവരെ പ്രചോദിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അത് മാത്രം മതിയോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. കേരളത്തിൽ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിലെ ഒരു വിദ്യാർത്ഥിനി, 10ാം ക്ലാസ്സിൽ ഉന്നതമായ മാർക്കുകൾ വാങ്ങിയ ഒരു വിദ്യാർത്ഥിനി, +2-ൽ ഉന്നതമായ മാർക്കുകൾ വാങ്ങിയ ഒരു വിദ്യാർത്ഥിനി ബിരുദ പഠനത്തിന് പോയി. അവിടെ നിന്ന് ഏതോ ഒരു കച്ചവട സംഘത്തിൽ അകപ്പെട്ട് ലഹരി വ്യവസായത്തിന്റെ ഭാഗമായി നിന്ന് ആ വിദ്യാർത്ഥിനി അവസാനം പോലീസിന്റെ പിടിയിലായപ്പോ അലറി വിളിച്ചു പോകുന്ന ചിത്രങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ, ഫോണുകളിലൂടെ കണ്ടവരാണ്. ആ വിദ്യാർത്ഥിനിക്ക് ഫുൾ A+ കിട്ടിയപ്പോൾ, ആ നാട് ആദരിച്ചപ്പോ തലയുയർത്തി നടന്ന മാതാപിതാക്കൾ ആ ലഹരി ഉപയോഗ കേസിൽ, ലഹരി വിൽപ്പന കേസിൽ പോലീസ് പിടിച്ചതിന് ശേഷം ഇന്ന് വരെ താഴ്ന്നു പോയ മാതാപിതാക്കളുടെ തലകൾ ഉയർന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ മക്കൾ കാരണത്താൽ നമ്മുടെ തലകൾ താഴാൻ പാടില്ല. നമ്മുടെ മക്കൾ കാരണത്താൽ നമ്മുടെ തലകൾ താഴരുത്. പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കാരണത്താൽ നമ്മുടെ മാതാപിതാക്കളുടെ തലകൾ താഴാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മൾ കാരണത്താൽ തലയുയർത്തി നടക്കുന്ന മക്കളായി അവർ മാറണം. അതുകൊണ്ട് ധർമ്മബോധമുള്ള, ധാർമ്മിക ബോധമുള്ള, തൗഹീദുള്ള, സുന്നത്തുള്ള മക്കളായി നമ്മുടെ മക്കളെ മാറ്റുവാൻ MSMന്റെ ഭാഗമായി
അതേപോലെ ISMന്റെ ഭാഗമായി നമ്മുടെ യുവാക്കളെ, വിദ്യാർത്ഥികളെ മാറ്റണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണുള്ളത്. നമ്മുടെ പ്രൊഫഷണൽ ജീവിതങ്ങൾക്കൊടുവിൽ, നമ്മുടെ ഈ ഒരു ജീവിതത്തിന്റെ ഇടയിൽ, വിശ്രമ സമയങ്ങളിൽ കൃത്യമായി നമ്മൾ ദഅവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ധാർമ്മിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ഈ സമൂഹത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി, ധാർമ്മികതയുടെ വീണ്ടെടുപ്പിനായി നമ്മൾ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വട്ടം അബ്ദുള്ള ഹാജി എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകൻ, നമ്മൾ ഒരുപാട് പ്രഭാഷകരുടെ, ഒരുപാട് നേതാക്കളുടെ കഥകൾ കേട്ടിട്ടുണ്ട്, ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. വട്ടം അബ്ദുള്ള ഹാജി എന്ന് പറയുന്ന സാധാരണക്കാരനായ പ്രവർത്തകൻ, കൃഷിക്കാരനായ ഒരു പ്രവർത്തകൻ, കൃഷി ചെയ്ത് വിളവെടുപ്പിന്റെ സമയത്ത് വിളവെടുത്ത് അതെല്ലാം വിൽപ്പനയാക്കി തന്റെ കയ്യിൽ പണമെത്തി, തന്റെ കുടുംബത്തിന് ചെലവഴിക്കുവാനുള്ള പണം മാറ്റിവെച്ച്, സാധുക്കൾക്ക് ചെലവഴിക്കുവാനുള്ള പണം മാറ്റിവെച്ച്, ബാക്കി പണവും എടുത്തുകൊണ്ട് അദ്ദേഹം വണ്ടി കയറും. എന്നിട്ട് കവലകളിൽ, അതേപോലെ പല നാടുകളിൽ, അറിയാത്ത നാടുകളിലേക്ക് സഞ്ചരിച്ച് അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അല്ലാഹുവിന്റെ ഏകത്വം വിളിച്ചു പറയും, ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കും. അങ്ങനെ നടന്ന് ജീവിച്ച് മരണപ്പെട്ടു പോയ വട്ടം അബ്ദുള്ള ഹാജിയെ പോലെയുള്ള ഒരുപാട് പ്രവർത്തകർ അധ്വാനിച്ച അധ്വാനത്തിന്റെ ഫലമാണ് നമ്മുടെ ജാമിയ അൽ ബുസ്താൻ പോലെയുള്ള, ജാമിയ നദവിയ പോലെയുള്ള, ജാമിയ സലഫിയ പോലെയുള്ള, മദീനത്തുൽ ഉലൂം പോലെയുള്ള, സുല്ലമുസ്സലാം പോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സമൂഹത്തിൽ, തൃശൂർ ജില്ലയിലും തെക്കൻ കേരളത്തിലും പ്രകാശം വീശുന്ന, പ്രകാശം പരത്തുന്ന സ്ഥാപനമായി നമ്മുടെ സ്ഥാപനം മാറണം. ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക്, ഈ പ്രദേശത്തിലെ യുവാക്കൾക്ക് പ്രചോദനമുണ്ടാക്കുന്ന ഒരിടമായി ഈ സ്ഥാപനം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ജഗന്നേന്താവായ പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും റബ്ബ് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.